GST ഇളവുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് GST ഇളവുകൾ. ഒരുപക്ഷെ ഈ GST ഇളവുകൾ ജനങ്ങൾക്കുള്ള നവരാത്രി സമ്മാനമാണെന്നാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത്. ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറയുന്നു. GST പരിഷ്കരണം പ്രാബല്യത്തിലാകുന്നതോടെ അവശ്യ വസ്തുക്കൾക്ക് നാളെ മുതൽ വില കുറയും, നന്നായി വില കുറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ പുതിയ GST നിരക്കുകൾ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. നവരാത്രി ആഘോഷങ്ങളുടെ ആദ്യ ദിനമായ നാളെ രാജ്യത്ത് സമ്പാദ്യോത്സവത്തിനും തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി. മധ്യവർഗത്തിനും കർഷകർക്കും സ്ത്രീകൾക്കും ഇരട്ടി മധുരമാണ് GST 2.0. हमारे देश के गरीब, मध्यम वर्गीय लोग, न्यू मिडिल क्लास, युवा, किसान, महिलाएं, दुकानदार, व्यापारी, उद्यमी, सभी को ये बचत उत्सव का बहुत फायदा होगा. നാളെ മുതൽ 5%, 18% എന്നീ രണ്ട് നികുതി സ്ലാബുകൾ മാത്രം. 99% സാധനങ്ങളും 5% സ്ലാബിൽ വരുമെന്ന് പ്രധാനമന്ത്രി. അവശ്യ വസ്തുക്കൾക്കും TV, ബൈക്ക്, കാർ, AC എന്നിവയ്ക്കും വില കുറയും. വീട് നിർമ്മാണത്തിന് ചിലവ് കുറയും. സ്വാശ്രയ ഭാരതത്തിലേക്കുള്ള വലിയ ചുവടുവയ്പ്പാണെന്നും ഓരോ വീടും കടയും സ്വദേശി ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറയണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. പൗരന്മാർ ദൈവങ്ങൾ എന്നതാണ് പുതുമന്ത്രം. अनेकों सामान, अनेकों सेवाएं या तो टैक्स फ्री होगी या फिर केवल 5% टैक्स देना होगा. नेक्स्ट जनरेशन GST रिफॉर्म में इसकी साफ झलक दिखाई देती है. हमें हर घर को स्वदेशी का प्रतीक बनाना है. मैं स्वदेशी सामान की बिक्री भी करता हूं. GST പരിഷ്കാരത്തിന് തുടർച്ചയുണ്ടാകുമെന്നും പ്രധാനമന്ത്രി. GST നിരക്കുകളിലെ മാറ്റം നേരത്തെ ജനം അറിഞ്ഞതാണെന്നും H1B വിസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കുമോ എന്നായിരുന്നു കോൺഗ്രസിന്റെ ചോദ്യം. എന്നാൽ ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രി പരാമർശിച്ചില്ല. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.